ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. സത്യങ്ങളെല്ലാം കണ്ടെത്തിയതിനു ശേഷം ഞാൻ തിരികെ ഒരു വരവ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ അവിടുന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ജീവനെ നോക്കുകയാണ് നിത്യ. തുടർന്ന് നിത്യ ആശ്വസിപ്പിക്കാനായി സുജാത നിത്യയുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ അത് തട്ടിമാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ നിത്യ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുജാതയും നിത്യയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് അമ്മ ഇപ്പോൾ എല്ലാവരെയും കൊലക്കി കൊടുക്കുകയാ ചെയ്തത്. ഇതൊരിക്കലും ശരിയാണെന്ന് ഞാൻ പറയുകയുമില്ലെന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുകയാണ്, എൻ്റെ സ്വന്തം മോനേക്കാളും ഞാൻ നിന്നെ എൻ്റെ മോളായിട്ട് സ്നേഹിച്ചു പോയി. നിന്റെ ജീവൻ തന്നെയാ എനിക്ക് വലുത്. അതുകൊണ്ടാ ഞാൻ അല്പം സ്വാർത്ഥയായി പോയത്. ഇത് കേൾക്കുന്ന നിത്യ പറയുകയാണ്, എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടാ ഹരി എൻ്റെ കഴുത്തിൽ താലി കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ അമ്മയല്ലേ കെട്ടിയത്. എന്താണെങ്കിലും എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ താലി ചാർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ താലി പൊട്ടിച്ചെറിയാൻ ഒരുങ്ങുകയാണ് നിത്യ. പെട്ടെന്ന് തന്നെ സുജാത അത് തടയുന്നു. നിത്യേ, ജീവന്റെ വിചാരം നീ ഇപ്പോൾ ഹരിയുടെ ഭാര്യയാണെന്നാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് തന്നെയാ അവൻ വിശ്വസിക്കുന്നത്. എന്തേലും അവിവേകം നീയായിട്ട് കാണിക്കാൻ ശ്രമിച്ചാൽ ജീവൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാനായിരിക്കും ഇവിടെ മരിച്ചു വീഴുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് സുജാത അവിടുന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് രാമകൃഷ്ണനെയും ഹരിയെയുമാണ്. കഴിഞ്ഞ ജന്മത്തില് ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല അമ്മാവ. അതിനുള്ളതെല്ലാമല്ലേ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ചിലപ്പോ എന്റെ ജാതകദോഷം കൊണ്ടായിരിക്കാം അല്ലേ അമ്മാവ എന്ന് ഹരി ചോദിക്കുമ്പോ രാമകൃഷ്ണൻ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി സുജാതയ്ക്ക് നീ കൊടുത്ത വാക്കുണ്ടല്ലോ, അത് നീ പാലിക്കുക തന്നെ വേണം. അവൾ ജീവനോടെ ഉണ്ടാകുമെന്ന് നീ ഉറപ്പുവരുത്തണമെന്നും രാമകൃഷ്ണൻ പറയുമ്പോ ഹരിയും രാമകൃഷ്ണനെ നോക്കുകയാണ്. അതേസമയം ബാഗെല്ലാം ആയിക്കൊണ്ട് വീണ താഴേക്ക് വരുന്നു. ഇവിടെ ആകെ തിക്കും തിരക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. നല്ല കാര്യം തന്നെയെന്ന് രാമകൃഷ്ണൻ പറയുമ്പോൾ വീണ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതെന്നാണ്. പക്ഷേ അത് നടത്തേണ്ടത് അച്ഛൻ്റെ കയ്യില. 1-2 ദിവസം ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ ഉണ്ടാകും. അതിനുള്ളിൽ സ്വത്തുക്കളുടെ കാര്യത്തിൽ അച്ഛൻ തീരുമാനമുണ്ടാക്കണം. എൻ്റെ പെണ്ണെ, നിനക്കൊന്നും ഒരു സ്വത്തും തരരുതെന്നാ ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നെ എൻ്റെ മോളായി പോയില്ലേ എന്ന് കരുതി സ്വത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം നിനക്ക് തരാം. അതൊന്നും പറ്റില്ലെന്നും ബാക്കി സ്വത്ത് മുഴുവൻ ഇയാൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും രാമകൃഷ്ണൻ പറയുമ്പോൾ ഹരി പറയുകയാണ്, അമ്മാവ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേക്ക്. തുടർന്ന് രാമകൃഷ്ണൻ പറയുകയാണ്, നിനക്ക് ഒരു സ്വത്തും തരരുതെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്ക് ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകില്ല. നീ വേണമെങ്കിൽ ഏത് കോടതി വേണമെങ്കിലും പൊക്കോ. എത്ര കാശ് ചിലവാക്കിയാണെങ്കിലും ഞാൻ കേസ് വാദിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും നിനക്ക് എൻ്റെ സ്വത്തുക്കളൊന്നും തരാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാമകൃഷ്ണൻ ഹരിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിലേക്ക് കയറിക്കൊണ്ട് പൊട്ടിക്കരയുന്ന നിത്യയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ താലി എനിക്കൊരു ഭാരം തന്നെയാണ്. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഓർക്കുമ്പോൾ എനിക്കതൊരിക്കലും താങ്ങാനേ സാധിക്കുന്നില്ല. ഇനി ഇതിന് ഫലമായി എന്ത് വന്നാലും ഞാനത് സഹിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കഴുത്തിലെ താലി ഊരി വിളക്കിൻ്റെ മുന്നിലേക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയാണ് നിത്യ. ഇതെല്ലാം കണ്ട് ഹൃദയം തകർന്നു നിൽക്കുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് നിത്യ താഴേക്ക് ഇറങ്ങി വന്ന് ആദ്യം കൂട്ടിക്കൊണ്ട് സുജാതയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. വാ വീട്ടിലേക്ക് പോകാമെന്ന് നിത്യ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന വീണ നിത്യയോട് താലി എവിടെയെന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് വീണ പറയുമ്പോൾ അതൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ലെന്ന് രാമകൃഷ്ണൻ പറയുന്നു. അതേസമയം തന്നെയാണ് ഹരി താഴേക്ക് വരുന്നത്. നിനക്ക് എന്താ ഇപ്പോൾ അറിയേണ്ടത്? ഇവളുടെ താലി എവിടെയെന്നല്ലേ? അതെന്റെ കയ്യിലുണ്ട്. അതിന്റെ കൊളുത്തു മുറുക്കാനായി ഞാൻ തന്നെയാ ഊരി വാങ്ങിച്ചത്. നിത്യ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് നിത്യയും കൂട്ടിക്കൊണ്ട് ഹരി മുകളിലേക്ക് പോകുന്നു. തുടർന്ന് നിത്യയും കൂട്ടിക്കൊണ്ട് ഹരി പൂജാമുറിയിലേക്ക് പോവുകയാണ്. നിത്യ, കാര്യങ്ങളെല്ലാം ഞാൻ അല്പം മുമ്പാണ് അറിഞ്ഞത്. തൻ്റെ അമ്മ ചതിച്ചെന്ന് തനിക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരി തന്നെ പ്രാണൻ പോലെ സ്നേഹിക്കുന്ന ഒരമ്മയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുന്ന നിത്യ ഹരിയെ തന്നെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.